ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള ഹിന്ദി പാഠപുസ്തകം നോക്കാം. ഇഖായി ഏക് യൂണിറ്റ് 1-ലെ പാഠ് ഏക് ധൂപ് ആ ഗയി, വെയിൽ വന്നല്ലോ. ഈ കവിത എഴുതിയിരിക്കുന്നത് പ്രയാഗ് ശുക്ല എന്നൊരു ബംഗാളി എഴുത്തുകാരനാണ്. ഈ കവിതയുടെ ആശയം എന്ന് പറയുന്നത് പ്രഭാതത്തിലെ വെയിൽ ഈ ജീവജാലങ്ങളിലെല്ലാം സന്തോഷം നിറയ്ക്കുന്നു. വെയിലെത്തുമ്പോൾ പൂമൊട്ടുകൾ സുഗന്ധം പരത്തുന്നു. പിന്നെ തണുത്ത കാറ്റിൽ പക്ഷികൾ ചിലിച്ചും കൊണ്ട് പറക്കുന്നു. ഇതൊക്കെയാണ് ഈ കവിതയിൽ വർണ്ണിക്കുന്നത്. കവിതയൊന്ന് വായിച്ചു നോക്കാം. धूप आ गई सुबह सुबह की, कलियां प्यारी प्यारी महकीम, कलियां क्यारी क्यारी महकीम, कलियां इतनी सारी महकीम, हवा बह रही रंडी रंडी, घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, फुदक फुदक कर बेफी चहकी. എന്ന് വെച്ചാൽ എന്താണ്? പ്രഭാതത്തിൽ വെയിൽ വന്നല്ലോ. ഈ പൂത്തോട്ടത്തിലും ഉദ്യാനത്തിലൊക്കെയും നല്ല സുഗന്ധം പരത്തി മനോഹരമായ പൂമുട്ടുകൾ നിൽക്കുന്നു. കുളിക്കാറ്റ് ഇങ്ങനെ ഒഴുകി വരുന്നു. ഈ ചുറ്റിക്കറങ്ങി തത്തിക്കളിച്ചൊക്കെ ഈ പറന്ന് പക്ഷികൾ വരുന്നു. അവയെ ഇങ്ങനെ ചിലിച്ചും കൊണ്ട് ചാടി ചാടി നടക്കുന്നു. ഇനി നമുക്കിതിൻ്റെ പാഠ്യപുസ്തകಕ್ಕೆ പ്രശ്നോർ ഉത്തരം നോക്കാം. രംഗ് ഫരേ, നിറം നൽകാം. യഹ് കലിഹേ എന്ന് വെച്ചാൽ എന്താ? ഇതൊരു പൂമൊട്ടാണ്. യഹ് ചിടിയാഹേ, ഇതൊരു പക്ഷിയാണ്. എന്ത് കളറൊക്കെ കൊടുക്കണം? ലാൽ, ഹര, കാല, നീല, അതായത് ചുവപ്പ്. പിന്നെയോ ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ്, ഹര എന്ന് പറഞ്ഞാൽ പച്ച, കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്, നീല എന്ന് പറഞ്ഞാൽ നീല, ബ്ലൂ. ഈ നിറങ്ങളൊക്കെ നൽകുക ഈ പൂമൊട്ടിനും ഈ പക്ഷിക്കും. അടുത്തത് ശബ്ദ പഹഞ്ചാനെ കവിതാമേ രേഖാംകിത് കരേ, അതായത് ഈ വാക്കുകൾ തിരിച്ചറിഞ്ഞിട്ട് ഈ കവിതയിൽ അണ്ടർലൈൻ ചെയ്യണം, കവിതയിൽ അടിവരയിടണം. കരിയാം എന്ന് പറഞ്ഞാൽ മുട്ടുകൾ, ക്യാരി എന്ന് പറഞ്ഞാൽ പൂത്തടം, ഹവ കാറ്റ്, ചിടിയാം പക്ഷികൾ, ധൂപ് വെയിൽ. അപ്പോൾ ഈ വേർഡ്സൊക്കെ നിങ്ങൾ കവിത വായിച്ച് നോക്കിയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഏതൊക്കെ വരികളാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്? ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി, ആ ധൂപ് അണ്ടർലൈൻ ചെയ്യുക. പിന്നെയോ കലിയ പ്യാരി പ്യാരി സബഹ് മഹ് കി, കലിയ ക്യാരി ക്യാരി മഹ് കി, കലിയ ഇതനി സാരി മഹ് കി. അപ്പം കലിയാം എന്നുള്ളതൊക്കെ അണ്ടർലൈൻ ചെയ്യുക. പിന്നെയോ ഹവ ബഹ് രഹി ठंडी ठंडी, धूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, ഫുദക് ഫുദക് കർ വേഫി ചഹ്ക്കി. അപ്പം ഈ വാക്കുകളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ഈ കവിതയിൽ ഈ വേർഡ്സ് മാത്രം എടുത്ത് അണ്ടർലൈൻ ചെയ്യുക. രണ്ടാമത്തെ പാഠം പാഠ് ധോ ടോമി ഓർ മേ, ടോമിയും ഞാനും. അതായത് രണ്ടാമത്തെ പാഠത്തിലെ ഈ ഒരു ചെറിയ കഥയാണിത്. പ്രോയ്തി റായ് എഴുതിയ ഒരു കഥയാണ്. ഒരു തണുപ്പുള്ള ഒരു രാത്രിയിൽ വീട്ടിൽ കയറി വന്ന നായ്ക്കുട്ടിയെ, അതായത് പട്ടിക്കുട്ടിയെ വളരെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന നീതു എന്നൊരു പെൺകുട്ടിയുടെ കഥയാണിത്. ടോമി ഓർ മേ. കഥയൊന്ന് നമുക്ക് വായിച്ച് നോക്കാം. നീതുഹും, ഞാൻ നീതുവാണ്. സർദിയോം കി രാത് തീ, അതായത് അത് തണുപ്പുള്ള രാത്രി ആയിരുന്നു. പിന്നെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് കാണുന്നത്? നീതു ജനലിലൂടെ നോക്കുമ്പോൾ താഴെ ഒരു പട്ടിക്കുട്ടിയെ കാണുന്നു. ടോർച്ചൊക്കെ എടുത്ത് താഴെ എത്തിച്ചെന്ന് താഴെ നോക്കിയപ്പോഴോ ഈ നായ്ക്കുട്ടി ഇങ്ങനെ തണുത്ത് വിറച്ചിരിക്കുകയാണ്. നീതു അതിനെടുത്ത് മുറിയിൽ കൊണ്ടുപോയി ഒരു കുട്ടയിൽ വെക്കുന്നു. അടുത്ത് പാലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെയോ മുറിയിൽ നീതുവിൻ്റെ അടുത്ത് തന്നെ കുട്ടയിൽ നായ്ക്കുട്ടി അങ്ങനെ ഉറങ്ങി. പിന്നെയോ ഇനി നീതുവും ഈ നായ്ക്കുട്ടിയും തമ്മിലുള്ള ഒരു സ്നേഹം. ഉസേ ചായക്ക് സാത്ത് ബിസ്ക്കറ്റ് കാന ബെഹ് പസന്ദ് താ, അതായത് അവന് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് അവന് ഇഷ്ടമുള്ളത്? ഈ നീതുവിൻ്റെ കൂടെ കളിക്കുവാനും. ഓർ മേരി സാത്ത് ഖേൽന, എൻ്റെ കൂടെ കളിക്കുക. നീതു പറഞ്ഞു പട്ടിക്കുട്ടിയോട് എൻ്റെ കൂടെ കളിക്കുക. പിന്നെ നീതു എന്തൊക്കെയാണ് പറയുന്നത്? പംഖേക്ക് നീച്ചെ സോന, അതായത് ഫാനിൻ്റെ ചുവട്ടിലായി ഉറങ്ങുക. പിന്നെയോ നീതു എന്താ പറയുന്നത്? ഓർ കിതാബ് പഠന, അതായത് പുസ്തകം വായിക്കുക. ഇവയൊക്കെ എന്തായിരുന്നു? അവന് ഇഷ്ടമായിരുന്നു. ഇവന് പുസ്തകം വായിക്കുന്നതിൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ?
പുസ്തകം അവൻ കീറിക്കളയുകയാണ് അല്ലേ. നീതു വന്നിട്ട് വഴക്ക് പറയുന്നു. പിന്നെ എന്താണ് അടുത്ത ചിത്രത്തിൽ? ഉസേ മേര ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താത്ത. അതായത് ഈ നീതു പറയുകയാണ് ഞാൻ പുറത്തു പോകുന്നത് അവന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എന്താ പറയുന്നത്? ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുശ് ദിഖ്തേ. ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.